നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണക്കാർക്ക് കാൽപന്തിന്റെ ആവേശാരവങ്ങൾ സമ്മാനിച്ച ഒന്നാമത് പ്രീമിയർ ക്ലബ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി. ഫൈനലിൽ 1-3 ഗോളുകൾക്ക് അൽമദീന ചെർപ്പളശ്ശേരിയെ കെട്ടുകെട്ടിച്ച് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം കിരീടം ചൂടി. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരം കാണാനെത്തിയ ആരാധകർക്ക് അവിസ്മരണീയമായ അനുഭവമാണ് ഇരു ടീമുകളും സമ്മാനിച്ചത്. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു മാസക്കാലം ആവേശാരവങ്ങൾ തീർത്ത ഫുട്ബോൾ മാമാങ്കത്തിനാണ് ഫൈനൽ മത്സരത്തോടെ സമാപനമായത്. കേരളത്തിലെ പ്രമുഖ ടീമുകൾക്കൊപ്പം ഗോവയിൽ നിന്നുള്ള ടീമും കൊമ്പുകോർത്തപ്പോൾ ആരാധകർക്ക് അത് അവിസ്മരണീയമായ അനുഭവമായി മാറി. ഫൈനൽ ബർത്ത് ഉറപ്പിച്ച അൽമദീനയുടെ എതിരാളിയായി സൂപ്പർ സ്റ്റുഡിയോ എത്തിയതോടെ ആരാധകർ ഒന്നടങ്കം സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ആയിരങ്ങളാണ് ഫൈനൽ പോരാട്ടം കാണാൻ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലെത്തിയത്. ഫുട്ബോൾ കമാൻഡേറ്റർ ഷൈജു ദാമോദരന്റെ കമന്ററി കൂടിയായതോടെ അക്ഷരാർത്ഥത്തിൽ ഫൈനൽ പോരാട്ടം ഫുട്ബോൾ പ്രേമികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി. കാൽപന്തിന്റെ ചടുലവേഗവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞതോടെ കാണികൾക്കത് ആവേശക്കാഴ്ചയായി മാറുകയായിരുന്നു. 1-3 ഗോളുകൾക്ക് അൽമദീനയെ കെട്ടുകെട്ടിച്ച് സൂപ്പർ സ്റ്റുഡിയോ ചാമ്പ്യൻ പട്ടം നേടിയതോടെയാണ് ഒന്നാമത് പ്രീമിയർ കപ്പ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായത്. പാട്ടും ഡാൻസും ആർപ്പുവിളികളുമായി ഇരു ടീമുകളുടെയും ആരാധകർ മത്സരത്തിനൊപ്പം ചേർന്നു. സമാപന ചടങ്ങിൽ MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ വിന്നേഴ്സിനും റണ്ണേഴ്സിനുമുള്ള ട്രോഫികൾ സമ്മാനിച്ചു. പെരിന്തൽമണ്ണ ഗ്രൗണ്ടിലെ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാനിവിടെ മലപ്പുറം ടീമിന് വേണ്ടി കളിക്കാൻ വന്നിട്ട് 5 വർഷത്തോളമായി. അത്രയ്ക്കും എന്താ പറയാ, അഖിലേന്ത്യാ സെവൻസിൽ ഒരു ഏറ്റവും പേരിയായിട്ടൊരു ടൂർണമെന്റ് ആണ് പെരിന്തൽമണ്ണ ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഒരു 5 വർഷത്തോളം ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു. ഫൈനൽ സെമിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയാ, ഇത്രയും കാണികളുടെ, നിങ്ങൾ കണ്ടതാണ് ക്രൗഡ്, ഇത്രയും കാണികളുടെ മുന്നിൽ വെച്ചിട്ട് ഇത്രയും നല്ലൊരു കിരീടം ഇത്രയും ഏറ്റവും നല്ലൊരു ഗ്രൗണ്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഹോം ഗ്രൗണ്ട് ആണ് പെരിന്തൽമണ്ണ ഗ്രൗണ്ട്. പിന്നെ പോരാത്തിന് ഞങ്ങളൊരു സ്പോൺസർ അസാസ് LED ലൈറ്റിന്റെ ഷോപ്പ് ഇവിടെ തന്നെ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് തരും നല്ലൊരു മൂവ്മെന്റ് ആണ്. എല്ലാവരും ഹാപ്പിയാണ്, സന്തോഷം. നല്ല ടൈറ്റ് മത്സരമായിരുന്നു. മത്സരത്തിൽ പരാജയപ്പെട്ടു. പക്ഷെ ഞങ്ങൾ ജൂബിലിനോട് ഇനിയും ട്രൈ ചെയ്യും. ഇനിയും ജയിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യും. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫൈനലിലാണ് തോറ്റത്. പിന്നെ ഓപ്പോസിറ്റ് ടീം സ്റ്റുഡിയോ നന്നായിട്ട് കളിച്ചു. നമ്മളെ ടീമും പിന്നെ നിർഭാഗ്യം എന്ന് പറയാം, അതുകൊണ്ടായിരിക്കും തോറ്റത്. അങ്ങനത്തെ ഒരു ഇത് അല്ലേ സഞ്ജു? അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത കളിയിൽ നമ്മൾ ടീം ഇറക്കും. ഇവിടെ പെരിന്തൽമണ്ണ നമ്മൾ ട്രോഫി അടിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ഫൈനലിൽ കളിച്ച ടീമാണ്. ഞങ്ങൾ കാർഗിൽ ജൂബിലി തന്നെ ഇറക്കും, അല്ലെങ്കിൽ സെൻട്രൽ ജൂബിലി. ഓക്കെ. പ്രീമിയർ ക്ലബ് പ്രസിഡന്റ് യു അബ്ദുൽ കരീം സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ, നഗരസഭ വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്, മുൻ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി, ക്ലബ് സെക്രട്ടറി CH റിയാസ്, ട്രഷറർ പച്ചീരി ജലാൽ, സ്പോൺസർ ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.